കരിമണൽ ഖനനത്തിന്റെ പേരിൽ ആലപ്പാട് ചുരുങ്ങി ഇല്ലാതാവുകയാണ്. കടൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആലപ്പാടിനെ കുറിച്ചുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും സജീവമാകുമ്പോൾ കിരിബാസിനെ കുറിച്ച് പറയാതെ വയ്യ. ആലപ്പാട്ടെ ഖനനം വാർത്തകളിൽ നിറയുന്നതിനും എത്രയോ മുമ്പ് കിരിബാസ് മുന്നറിയിപ്പ് തന്നിരുന്നു. കടലെടുത്തു പോകാനിടയുള്ള നാടുകളെ കുറിച്ച്. മനുഷ്യന്റെ ചെയ്തികൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു നാടിനെ ഒന്നാകെ ഇല്ലാതാക്കുമെന്ന ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിയ കിരിബാസ് ഒരു ദ്വീപാണ്. ആഗോളതാപനത്തിന്റെ ഫലമായി അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ദ്വീപ്. പസഫിക് സമുദ്രത്തിലെ 33 ദ്വീപ സമൂഹങ്ങൾ ഉൾപ്പെടുന്ന രാജ്യമാണ് കിരിബാസ്. കിരിബാറ്റി എന്നും പേരുണ്ട്. റിപ്പബ്ലിക് ഓഫ് കിരിബാസ് എന്നാണ് ഔദ്യോഗിക നാമം. ഭൂമധ്യരേഖയ്ക്കും അന്താരാഷ്ട്ര സമയരേഖയ്ക്കും ചുറ്റിലായാണ് കിരിബാസിന്റെ സ്ഥാനം. ഭൂമിയിൽ സൂര്യരശ്മികൾ ആദ്യം പതിക്കുന്നത് കിരിബാസിലെ മണ്ണിലാണ്. കടലിൽ നിന്ന് 6 അടിയോളം മാത്രമാണ് കിരിബാസിന്റെ ഉയരം. അതുതന്നെയാണ് ഈ ദ്വീപരാജ്യത്തിന്റെ ശാപവും. മണൽച്ചാക്കുകൾ സ്ഥാപിച്ച് കടലിന്റെ കടന്നുകയറ്റത്തെ ആവും വിധമൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ കിരിബാസിലെ ജനതയ്ക്ക് അറിയില്ലായിരുന്നു ലോകരാഷ്ട്രങ്ങൾ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളുടെ ഫലമാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന്. ആഗോള താപനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ കാർബൺ ബഹിർഗമനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള രാജ്യങ്ങളിലാണ്. കിരിബാസ് ദ്വീപ സമൂഹങ്ങളുടെ വിധി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുന്നത് 2015 ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിലാണ്. ആഗോളതാപനം ഉയരുന്നത് കിരിബാസ് അടക്കമുള്ള പല ദ്വീപ് രാഷ്ട്രങ്ങളുടെയും നാശത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ് കാർബൺ അടക്കമുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കാനും ഉച്ചകോടിയിൽ തീരുമാനമായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ച 195 രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് എത്രമാത്രം ഫലപ്രദമായ നടപടികൾ ഉണ്ടായി എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല. ഫലമോ കിരിബാസ് അനുദിനം കടലിന് കീഴടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കിരിബാസ് കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, അവിടുത്തെ ജനതയുടെ സംസ്കാരവും വാമൊഴി വഴക്കങ്ങളും ജീവിതശൈലിയും ഒക്കെയാണ്. ശേഷം അവർ വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളാകും. ലോകത്തെ ആദ്യത്തെ കാലാവസ്ഥ അഭയാർത്ഥികളാകും കിരിബാസുകാർ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത്. കിരിബാസ് ഒരു ചൂണ്ടുപലകയാണ് എന്ന് അന്നേ പറഞ്ഞത് വെറുതെയായില്ല. മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആലപ്പാട് പോലെയുള്ള എത്രയോ നാടുകളെക്കുറിച്ചുള്ള നാം ശ്രദ്ധിക്കാതെ പോയ മുന്നറിയിപ്പായിരുന്നു അത്.